കോതമംഗലം MA എഞ്ചിനീയറിംഗ് കോളേജിലെ 2ാം വർഷ ബിടെക് വിദ്യാർത്ഥി അരുണാചൽ പ്രദേശ് സ്വദേശിയായ മിച്ചി മർപ്പുവിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് കോളേജ് മാനേജ്മെന്റിന്റെ തെറ്റായ നടപടികൾ മൂലമാണെന്ന് ആരോപിച്ചുള്ള വിദ്യാർത്ഥികളുടെ പ്രതിഷേധം തുടരുന്നു. കോളേജിനു മുമ്പിൽ കൂട്ടം കൂടി നിന്നാണ് പ്രതിഷേധം. ശനിയാഴ്ച രാത്രി തുടങ്ങിയ സമരം ഞായറാഴ്ചയും തുടരുകയാണ്. മുദ്രാവാക്യങ്ങളോ ബഹളമോ ഇല്ലാതെയാണ് പ്രതിഷേധം. കോളേജ് മാനേജ്മെന്റ് കൃത്യമായ വിശദീകരണം നൽകണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നു. എന്നാൽ ഇതുവരെയും പ്രതികരണമുണ്ടായിട്ടില്ല. വിദ്യാർത്ഥികളെ കേൾക്കാനും തയ്യാറായിട്ടില്ല. അതേസമയം SFI ഏരിയ കമ്മിറ്റി വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മിച്ചി മർപ്പുവിന്റെ മരണത്തിൽ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നുള്ള വീഴ്ച തെളിഞ്ഞാൽ ശക്തമായി പ്രതികരിക്കുമെന്ന് ഏരിയ സെക്രട്ടറി അഭിനവ് രഘുവും പ്രസിഡന്റ് നിഖിൽ സജീഷും വ്യക്തമാക്കി. തീർത്തും ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, സംസ്ഥാനത്താകെ പല ക്യാമ്പസുകളിലും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രയാസങ്ങൾ മൂലം ഇതിനു മുമ്പും ആത്മഹത്യകൾ ഉണ്ടായിട്ടുണ്ട്. ഈ ക്യാമ്പസിനകത്തും അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച വലിയൊരു പോരായ്മ തന്നെയായിട്ടാണ് SFI വിലയിരുത്തിയിട്ടുള്ളത്. ഇവിടുത്തെ വിദ്യാർത്ഥികളടക്കം വലിയ പ്രതിഷേധത്തിന് ഏകോപം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് SFIയുടെ എല്ലാ പിന്തുണയും ഉണ്ടാവും. ഏതെങ്കിലും ഘട്ടത്തിനകത്ത് ഈ മരണവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ അധികൃതർ ഏതെങ്കിലും ഘട്ടത്തിൽ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്, അവർ അനാസ്ഥ കൊണ്ടോ ഗുരുതര വീഴ്ച കൊണ്ടോ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ള SFIക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ SFI ശക്തമായ സമരം ഏകോപിപ്പിച്ചിട്ടുണ്ട്, സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് SFIയുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞത്. അതിൻ്റെ മറ്റു കാര്യങ്ങൾ തീരുമാനിച്ച് ഇപ്പോൾ ജില്ലാ ഭാരവാഹികളടക്കം നിർത്തുന്നുണ്ട്. ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ സ്റ്റേറ്റ് ലീഡർഷിപ്പ് അടക്കം ആലോചിച്ച് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് ഉണ്ടാവും. മിച്ചി മർപ്പുവിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതിൽ മാനേജ്മെന്റിന് പങ്കുണ്ടെന്നാണ് വിദ്യാർത്ഥികളിൽ നിന്ന് ലഭിച്ച വിവരമെന്നും SFI ഭാരവാഹികൾ പറഞ്ഞു. പല കാര്യങ്ങളിലും വിദ്യാർത്ഥി വിരുദ്ധ സമീപനമാണ് മാനേജ്മെന്റിന്റേത്. ഒരു വിദ്യാർത്ഥിയുടെ മരണമുണ്ടായിട്ട് പോലും കോളേജിൽ നേരത്തെ നിശ്ചയിച്ച പരിപാടികൾ ഒഴിവാക്കാൻ പോലും മാനേജ്മെന്റ് തയ്യാറായില്ലെന്നും അഭിനവ് രഘു ചൂണ്ടിക്കാട്ടി. ഇവിടെ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് എന്നുള്ള തന്നെയാണ് ഇവിടെ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് ഇതിനു മുമ്പ് നിരന്തരം ഈ ക്യാമ്പസുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങൾ, ഇപ്പോൾ ക്രെഡിറ്റ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും KTU അടക്കം 18 ക്രെഡിറ്റ് പോയിന്റ് പറയുമ്പോൾ ഇവിടെ ആദ്യം 32 ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആ മാനദണ്ഡം 32 എന്നുള്ള ഇവിടുത്തെ വിദ്യാർത്ഥികളടക്കം ഇടപെട്ടിട്ട് അത് 32 എന്നുള്ള 22 ചുരുക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും 18 എന്നുള്ളത് ഇവിടെ KTU നടത്തിപ്പോകുന്ന രീതി ഉണ്ടായിരുന്നു. മാത്രമല്ല, ഈ ഇയർ ബാക്ക് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ SFI അടക്കം സമരം ചെയ്തിട്ട് ഈ 2024 റിവിഷനിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഇയർ ബാക്ക് സിസ്റ്റം എടുത്തു കളയുന്നൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും ഈ ക്യാമ്പസുമായിട്ട് ബന്ധപ്പെട്ട് ഇയർ ബാക്ക് സിസ്റ്റത്തിനകത്ത് യാതൊരു രീതിയിലുള്ള ഒരു ഇടപെടലോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്കോ ഒന്നിനും തയ്യാറായിട്ടില്ല. ഈ ഒരു വിഷയം നിലനിൽക്കുന്ന ഘട്ടത്തിനകത്ത് തന്നെ ഇതുവരെയായിട്ടും ഇവിടുത്തെ അധികൃതർ ഇവിടുത്തെ വിദ്യാർത്ഥികളായിട്ടോ അല്ലെങ്കിൽ മറ്റ് ആരുമായിട്ടും ഇതുമായിട്ടും പ്രതികരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് ആശ്വസിപ്പിക്കാനോ ഇന്നടക്കം ഇവിടെ ഒരു എക്സാം അടക്കം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്ലേസ്മെൻറ്റുമായിട്ട് മറ്റ് ബന്ധപ്പെട്ട എന്തോ കാര്യമാണ്. അതിൻ്റെ കാര്യങ്ങളടക്കം നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായി. അപ്പോൾ അതിന് എന്താ കാര്യം, എങ്ങനെയാണ് നടത്തുകയാണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വിദ്യാർത്ഥികളെ സമീപിച്ചത്. എന്നിട്ട് പോലും വിളിച്ചെടുക്കാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. 2ാം വർഷ ബിടെക് വിദ്യാർത്ഥിയായ മിച്ചി മർപ്പു ശനിയാഴ്ച വൈകുന്നേരമാണ് കോളേജിന് സമീപത്തെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ചത്. ഇതേ വീട്ടിൽ താമസിച്ചിരുന്ന സഹപാഠികൾ പുറത്തുപോയ സമയത്തായിരുന്നു സംഭവം. മാനേജ്മെന്റ് നിശ്ചയിച്ച ക്രെഡിറ്റ് സ്കോർ ലഭിക്കാത്തതുമൂലം തുടർ പഠനം പ്രതിസന്ധിയിലായതാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് സഹപാഠികൾ പറയുന്നത്. മറ്റു കോളേജുകളിലും ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലുമില്ലാത്ത നിബന്ധനയാണ് ക്രെഡിറ്റ് സ്കോറിന്റെ കാര്യത്തിൽ MA കോളേജിലുള്ളതെന്നും പരാതിയുണ്ട്. മിച്ചി മർപ്പുവിന്റെ മൃതദേഹം കോതമംഗലം താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അരുണാചൽ പ്രദേശിൽ നിന്ന് ബന്ധുക്കൾ എത്തിയ ശേഷം തിങ്കളാഴ്ചയാകും മിച്ചിയുടെ പോസ്റ്റ്മോർട്ടം. ബന്ധുക്കൾ മരണത്തെക്കുറിച്ച് നിഷ്പക്ഷ അന്വേഷണം ആവശ്യപ്പെടുമെന്നാണ് സൂചന. GTV ന്യൂസ്, കോതമംഗലം.